The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry based exam dreams come true. Download the app now. ഹായ് എവരിവൻ, വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പീരിയോഡിക് ടേബിളും ക്രമാവർത്തന പ്രവണതകളും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിലോട്ട് എത്താനായിട്ട് കുറച്ചധികം സയൻറ്റിസ്റ്റ് കുറേയധികം സ്റ്റഡീസ് നടത്തിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിലോട്ട് നമ്മൾ എത്തിയത്. അപ്പോൾ അതിൻ്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സയൻറ്റിസ്റ്റ് എങ്ങനെയൊക്കെയാണ് ആ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിലോട്ട് എത്തിയതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഈ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ലാവോസിയയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഓർത്തിരിക്കുക, 1789 അദ്ദേഹം എന്ത് ചെയ്തു? അന്ന് അറിയപ്പെട്ടിരുന്ന 30ഓളം മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു. ഓർത്തിരിക്കുക, മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചതാരാണ്? ലാവോസിയയാണ്. 1789 അദ്ദേഹം അത് ചെയ്യുന്നത്. അന്ന് അറിയപ്പെട്ടിരുന്ന 30ഓളം മൂലകങ്ങളെ അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് ആരാണ്? ലാവോസിയയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തം, അതായത് ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെയൊക്കെ വേർതിരിച്ച് മൂലകങ്ങളെ ഇങ്ങനെ തരംതിരിച്ച് വെച്ചിരുന്നു. പക്ഷെ അതിനൊരു പോരായ്മയുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പോരായ്മയെന്ന് ചോദിച്ചാൽ, ഉപലോഹങ്ങൾ, അതായത് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നവയാണ് ഉപലോഹങ്ങൾ. അങ്ങനെയുള്ള ഉപലോഹങ്ങളെ പിന്നീട് കണ്ടെത്തിയപ്പോൾ അവയെ ഉൾപ്പെടുത്താൻ നമ്മുടെ ലാവോസിയ പറഞ്ഞ ആ ഒരു പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയി. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതി അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത്. അപ്പം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും മൂലകങ്ങളെ വേർതിരിച്ചത് ലാവോസിയാണ്. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ വന്നൊരു പോരായ്മ എന്താണ്? ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയി. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങളെ ആ ടേബിളിൽ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അതിനുശേഷം ഡോബറൈനർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങളെ ഉൾപ്പെടുത്തി ഒരു ചെറിയ 3 ഗ്രൂപ്പുകളാക്കി. അതായത് 3 മൂലകങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിനെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് എന്ന് വിളിച്ചു. അതും ചോദിച്ചിട്ടുണ്ട്. ത്രികങ്ങൾ ആരാവിഷ്കരിച്ചതാണ്? അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആരതാണ്? ഡോബറൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെതാണ്. അപ്പോൾ ഡോബറൈനർ എന്ത് ചെയ്തു? സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങളെ ഉൾപ്പെടുത്തി ചെറിയ ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ആ ഗ്രൂപ്പിനെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ വന്ന ട്രയാഡ്സ് ആണ് ഈ കാണുന്നത്. അതായത് ഒരു ഗ്രൂപ്പ്, ഒരു ട്രയാഡ് എന്ന് പറയുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അടുത്തത് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, അടുത്തത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇനി എന്താണ് ഈ ട്രയാഡിൻ്റെ പ്രത്യേകത? ആ ത്രികങ്ങളിൽ ട്രയാഡ്സിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകത്തിൻ്റെ അറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ്. അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം മൂലകങ്ങളെ ഗ്രൂപ്പ് ചെയ്തത്. 1ാമത്തെയും 3ാമത്തെയും മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത്, അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ആ മധ്യത്ത് വരുന്ന നടുക്കിൽ വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസിൻ്റെ ഏകദേശം തുല്യമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെയാണ് ആ മൂലകങ്ങളെ അദ്ദേഹം ഒരു ട്രയാഡ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലിഥിയത്തിൻ്റെതും സോഡിയത്തിൻ്റെതും അറ്റോമിക് മാസ് 7ഉം 39ഉം അത് രണ്ടും കൂടെ കൂട്ടി /2 ചെയ്താൽ സോഡിയത്തിൻ്റെ അറ്റോമിക മാസിൻ്റെ ഒന്നുകിൽ എക്സാക്റ്റ് അല്ലെങ്കിൽ ഏതാണ്ട് ആ ഒരു അറ്റോമിക മാസ് കിട്ടും. അങ്ങനെയാണ് അദ്ദേഹം മൂലകങ്ങളെ ട്രയാഡ്സ് എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, എന്നാൽ എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോരായ്മയായിട്ട് പറഞ്ഞത്. എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ത്രികങ്ങൾ ഉണ്ടാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഡോബറൈനർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരീക്ഷണവും അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പം ഓരോരുത്തരും ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ പുതിയ മൂലകങ്ങൾ കണ്ടുപിടിച്ച് വരുന്തോറും അവയെ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയാതെ വന്നു. ദെൻ അടുത്ത സയൻറ്റിസ്റ്റ്, അപ്പോൾ നമ്മൾ ഡോബറൈനർ പഠിച്ചു,
ആദ്യം ആരതാണ് ലാവോസിയുടേതും പഠിച്ചു. അത് കഴിഞ്ഞ് ലാവോസിയ കഴിഞ്ഞ് ഡോബറൈനർ കഴിഞ്ഞ് അടുത്ത ആളാണ് ന്യൂലാൻഡ്സ്. അദ്ദേഹം 1866 ന്യൂലാൻഡ്സ് എന്ത് ചെയ്തു, അന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ. 1866 ന്യൂലാൻഡ്സ് ഈ അസംഷനിലെത്തുന്നത്. അന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ അദ്ദേഹം ഇങ്ങനെ ക്രമമായിട്ട് എഴുതിയപ്പോൾ 8ാമതായിട്ട് വന്ന മൂലകം 1ാമത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. അതിനെ അദ്ദേഹം എന്ത് ചെയ്തു, സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു. സരിഗമ പദനിസ, ആ സ 8ാമത് സ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് പോലെ ക്രമമായിട്ട് എഴുതുമ്പോൾ 1ാമത്തെ മൂലകവും 8ാമത്തെ മൂലകവും എന്താണെന്ന് സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഈ നിയമത്തെ 8 ഉള്ളത് കൊണ്ട് തന്നെ ഈ നിയമത്തെ എന്തെന്ന് വിളിച്ചു, അഷ്ടക നിയമം എന്ന് വിളിച്ചു. ഇതും ചോദിച്ചിട്ടുണ്ട്. അഷ്ടക നിയമം ആരാവിഷ്കരിച്ചതാണ്? ന്യൂലാൻഡ്സിൻ്റെതാണ് അഷ്ടക നിയമം. ഓക്കെ, അപ്പോൾ അഷ്ടക നിയമം എന്താണ്? നമ്മൾ മൂലകങ്ങളെ അറേഞ്ച് ചെയ്യുമ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി. ഇതിനെയാണ് അഷ്ടക നിയമം എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് ന്യൂലാൻഡ്സ് ആണ്. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പോരായ്മ. അവിടെയും ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, ഈ അഷ്ടക നിയമം പാലിക്കപ്പെടുന്നില്ല. ഓക്കെ, അതാണ് ന്യൂലാൻഡ്സിൻ്റെ അസംഷൻ. ഇനി ഇത് ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിൾ ആണ്. അഷ്ടക നിയമം 8 എണ്ണം അറേഞ്ച് ചെയ്തു. ദെൻ അടുത്ത 8 എണ്ണം ഇങ്ങനെ കൂടിക്കൂടി അറ്റോമിക മാസ് കൂടിക്കൂടി വന്നപ്പോൾ എന്ത് പറ്റുന്നില്ല, ഈ ഒരു കണ്ടുപിടുത്തം ഓക്കെ ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തയാളാണ് മെൻഡലിയേവ്. ഓക്കെ, ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. അദ്ദേഹം എന്ത് ചെയ്തു, അന്നറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അതിൻ്റെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ഒരു പട്ടികയിൽ വിന്യസിച്ചു. അറ്റോമിക മാസ് എടുത്തു പഠിക്കണം. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത്. മെൻഡലീഫ് എന്ത് ചെയ്തു, അന്നുണ്ടായിരുന്ന 63 മൂലകങ്ങളെ അതിൻ്റെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ വിന്യസിച്ചു. മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ടൊരു പട്ടിക ആവിഷ്കരിച്ചത് ആരാണ്? മെൻഡലീഫ് ആണ്. ഓക്കെ, ഡോബറൈനർ എന്ത് ചെയ്തു, ട്രയാഡ്സ് ആണ് ആവിഷ്കരിച്ചത്. അടുത്ത വന്നതാരാണ്? ന്യൂലാൻഡ്സ് എന്ത് ചെയ്തു, അഷ്ടക നിയമമാണ് പറഞ്ഞത്. 8 എണ്ണമാണ് അറേഞ്ച് ചെയ്തത്. ഒരു പട്ടിക ആദ്യമായിട്ട് കൊണ്ടുവന്നത് മെൻഡലിയേഫ് ആണ്. അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അറ്റോമിക മാസ്, മൂലകങ്ങളുടെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ഒരു പട്ടികയിൽ വിന്യസിച്ചു. അങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ഒരു ക്രമമായ ഇടവേളകളിൽ, ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ ആവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. അപ്പോൾ മെൻഡലീഫ് ആണ് ആദ്യമായിട്ട് മൂലകങ്ങളെ ഒരു പട്ടിക ഉണ്ടാക്കി അതിൽ ക്രമീകരിച്ചത്. അദ്ദേഹം അതിൽ നിന്ന് എന്ത് പറഞ്ഞു, ഒരു ക്രമമായ ഇടവേളകളിൽ ഈ മൂലകങ്ങളുടെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പീരിയോഡിക് നിയമവും അദ്ദേഹം ആവിഷ്കരിച്ചു. ആ പീരിയോഡിക് നിയമമാണ് ഇവിടെ പറയുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അറ്റോമിക മാസിൻ്റെ സ്ട്രെസ് ചെയ്ത് ഓർത്തിരിക്കുക. മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഓക്കെ, ഇനി ഇദ്ദേഹമാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആദ്യമായിട്ട് ഗ്രൂപ്പ്, പീരീഡ് അങ്ങനെയുള്ള ടേംസ് ഒക്കെ കൊണ്ടുവന്നത് നമ്മുടെ മെൻഡലീഫ് ആണ്. അപ്പോൾ പീരീഡും ഗ്രൂപ്പും എന്താണെന്ന് അറിയാലോ. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. വിലങ്ങനെയുള്ള കോളങ്ങളെ പീരീഡുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ്, പീരീഡ് എന്നീ 2 പദങ്ങൾ ആദ്യമായിട്ട് സംഭാവന ചെയ്തത് മെൻഡലീഫ് ആണ്. ഇനി ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മെൻഡലീഫിനെയാണ്. ഓർത്ത് വയ്ക്കുക. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മെൻഡലീഫ് ആണ്. പീരിയോഡിക് എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചതും അദ്ദേഹമാണ്. ഇനി ക്രമാവർത്തന നിയമം, പീരിയോഡിക് ലാ ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ആരാണ്? മെൻഡലീഫ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ക്രമാവർത്തന നിയമം, പീരിയോഡിക് ലാ ആവിഷ്കരിച്ചത് മെൻഡലീഫ് ആണ്. ഇനി മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹം വേർതിരിച്ചത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി. ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? മെൻഡലീഫ് ആണ്. ഇനി അദ്ദേഹം എത്ര മൂലകങ്ങളെയാണ്? 63 മൂലകങ്ങളെയാണ്
വേർതിരിച്ചത്. അപ്പോൾ മെൻഡലീഫിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഗ്രൂപ്പ്, പീരീഡ് എന്നീ 2 പദങ്ങൾ ആദ്യമായിട്ട് ആവിഷ്കരിച്ചു. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നു. ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന ബുക്കിന്റെ രചയിതാവ്. ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് മെൻഡലീഫാണ്. പീരിയോഡിക് എന്ന പദം ആദ്യമായിട്ട് ആവിഷ്കരിച്ചതും അദ്ദേഹമാണ്. ഇനി അദ്ദേഹം കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് മേന്മകൾ എന്തൊക്കെയാണ്? സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അടുത്തത്, ചില മൂലകങ്ങൾ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം കൃത്യമായിട്ട് പാലിച്ചില്ല. ഇങ്ങനെ അറേഞ്ച് ചെയ്തു വരുന്ന സമയത്ത് ചില മൂലകങ്ങൾ എന്ത് ചെയ്തു? അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം കൃത്യമായിട്ട് പാലിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു? അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണെന്ന് കണ്ടെത്തി. ആ കണ്ടെത്തലിന് ശേഷം ആ അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് അത് കാരണമായി. ഓക്കെ, അപ്പോൾ ചില മൂലകങ്ങളുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം കൃത്യമായിട്ട് പാലിക്കുന്നില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. അതെന്തുകൊണ്ടാണ്? അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ പിന്നീട് നടന്ന സ്റ്റഡീസിൽ ചില മൂലകങ്ങളുടെ അറ്റോമിക മാസ് പുനർനിർണയിക്കപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തത്, ഭാവിയിൽ കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം നിർവചിക്കുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. ഓക്കെ, അത്രയുമാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിലെ മേന്മകൾ. ഇനി അതുപോലെ തന്നെ കുറച്ച് പോരായ്മകളും പരിമിതികളും അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നു. അതായത് ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതായത് മൃദുലോഹങ്ങളെയും കഠിന ലോഹങ്ങളെയൊക്കെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇനി ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞില്ല. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ കഴിഞ്ഞില്ല. അത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ. അപ്പോൾ മേന്മകൾ പോലെ തന്നെ പരിമിതികളും ഉണ്ടായിരുന്നു. ലോഹങ്ങളിൽ തന്നെ മൃദുലോഹങ്ങളെയും കഠിന ലോഹങ്ങളെയും അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതൊരു പോരായ്മയായിരുന്നു. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അറ്റോമിക മാസിന്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ ഇപ്പം കാണുന്ന രീതിയിലുള്ള ആധുനിക പീരിയോഡിക് ടേബിള് വന്നത്. ആധുനിക പീരിയോഡിക് നിയമം, അത് ആധുനിക പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ചതാരാണ്? മോസ്ലിയാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ചത്. ഇനി 1869 മെൻഡലീഫിൻ്റെ പരീക്ഷണങ്ങൾ നടന്നത്. വർഷം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 1869. ഇനി മോസ്ലി എന്ത് ചെയ്തു? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങൾക്ക് ഓരോ ക്രമ നമ്പർ നൽകി. അതിനെ അറ്റോമിക് നമ്പർ എന്ന് പിന്നീട് വിളിച്ചു. ഓക്കെ, അപ്പോൾ മോസ്ലി എന്താ ചെയ്തത്? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം, ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. അതിനെ അറ്റോമിക് നമ്പർ എന്ന് വിളിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ചതാണ് ആധുനിക പീരിയോഡിക് നിയമം. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ആകെ 7 പീരീഡും 18 ഗ്രൂപ്പുമാണ് ഉള്ളത്. അപ്പോൾ അത് ആവിഷ്കരിച്ചതാരാണ്? ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയാണ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആരെ പഠിച്ചു? മെൻഡലീഫിനെ പഠിച്ചു. രണ്ടും തിരിഞ്ഞു പോകരുത്. ആധുനിക, മോഡേൺ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ കണ്ടാൽ ഓർക്കുക. മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാരാണ്? മോസ്ലിയാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. ഇനി ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലിയാണ്. ഓക്കെ, അദ്ദേഹം എന്താ പറഞ്ഞത്? ആധുനിക പീരിയോഡിക് നിയമം എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഓർത്തിരിക്കുക, മെൻഡലീഫ് എന്ത് പറഞ്ഞു? മൂലകങ്ങളുടെ ഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങൾ എന്നാണ് പറഞ്ഞത്. മോസ്ലി എന്താണ് പറഞ്ഞത്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞു. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ
ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഒന്ന് മനസ്സിൽ കണ്ടാൽ അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളൊന്ന് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതി നോക്കിയാൽ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണെന്ന് മനസ്സിലാവും. ഇപ്പം ഒന്നാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ എല്ലാ മൂലകത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അപ്പം ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ. രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഉണ്ടാകും. അതുകൊണ്ടാണ് മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഒരു മൂലകത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും തുല്യമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും തുല്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ലിഥിയത്തിൽ നമുക്കറിയാം എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. 2 1 എന്ന് വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ 1 2 ഷെല്ല്. ഇങ്ങനെയാണ് ലിഥിയത്തിൻ്റെ കേസ് വരിക. ഇനി സോഡിയത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതായത് 2 8 1. എത്ര ഷെല്ല് വരും? 3 ഷെല്ല് വരും. ഓക്കെ, അപ്പോൾ ലിഥിയത്തിന് 2 ഷെല്ല്, അതായത് ലിഥിയം രണ്ടാമത്തെ പീരീഡിലുള്ള മൂലകമാണ്. സോഡിയത്തിന് 3 ഷെല്ല്, അതായത് സോഡിയം മൂന്നാമത്തെ പീരീഡിലുള്ള മൂലകമാണ്. ഇങ്ങനെ എത്ര നമ്പർ ഓഫ് ഷെല്ല് വെച്ചിട്ട് എന്ത് പറയാൻ പറ്റുന്നു? നമ്മുടെ പീരീഡിൻ്റെ എത്രാമത്തെ പീരീഡിലാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. പൊട്ടാസ്യത്തിന് 4 ഷെല്ലാണുള്ളത്, അത് 4ാമത്തെ പീരീഡിലാണ്. റുബീഡിയത്തിന് 5 ഷെല്ലാണുള്ളത്, അത് 5ാമത്തെ പീരീഡിലാണ്. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണവും അത് ഉൾക്കൊള്ളുന്ന പീരീഡിൻ്റെ എണ്ണവും എന്താണ്? തുല്യമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, ദെൻ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിൻ്റെ നമ്പറും അതിൻ്റെ പേരുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറയുന്നതാണ് ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, 3 മുതൽ 12 വരെ സംക്രമണ ലോഹങ്ങൾ, 13ാമത്തത് ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലോജനുകൾ, 18 ഉത്കൃഷ്ട വാതകങ്ങൾ. ഓക്കെ, അത്രയാണ് ഗ്രൂപ്പിൻ്റെ പേരുകൾ പഠിച്ചിരിക്കണം കേട്ടോ. ഒന്നാമത്തത് ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത്, 3 സംക്രമണ ലോഹങ്ങൾ, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹാലോജനുകൾ, ദെൻ ലാസ്റ്റ് ഉത്കൃഷ്ട വാതകങ്ങൾ. ദെൻ ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ ടേബിള് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അതായത് 1, 2 ഗ്രൂപ്പുകളിലെ മൂലകം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാഹ്യതമ ഷെല്ലിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് നോക്കിയാൽ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. രണ്ടാമത്തേലോ 2. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺസിനെ ബാഹ്യതമ ഷെല്ല് നോക്കിയിട്ട് ഗ്രൂപ്പ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കിയ 13 തൊട്ട് 18 വരെയുള്ള മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം നമ്മൾ എന്ത് കൂട്ടണം? ഗ്രൂപ്പ് നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ 10 കൂട്ടണം. അതായത് ബോറോൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോണിൻ്റെ നമ്പർ 5 ആണ്, അറ്റോമിക് നമ്പർ 5 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 3 എന്ന് വരും. അപ്പോൾ മൂന്നാമത്തത്, അതായത് ബോറോണിൻ്റെത് 2 3 എന്ന് വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ആ 3യുടെ കൂടെ പ്ലസ് കൂട്ടണം ഗ്രൂപ്പ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ 13. ക്ലിയർ ആണല്ലോ? അതുപോലെ നൈട്രജൻ എടുക്കുകയാണ്. നൈട്രജൻ്റെത് 7 ആണ്, 2 5 എന്ന് വരും. ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ. ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? 5ൻ്റെ കൂടെ 10 കൂട്ടുക. 15ാമത്തെ ഗ്രൂപ്പിലാണ് ആരുള്ളത്? നൈട്രജൻ ഉള്ളത്. ഇങ്ങനെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ
മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ കൂടെ 10 കൂട്ടുന്നതാണ് അവരുടെ ഗ്രൂപ്പ് നമ്പർ. ക്ലിയർ ആണല്ലോ? ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെ വരും 2, 6 എന്ന് വരും. 6 ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ. അതിൻ്റെ കൂടെ 10 കൂട്ടുക, അതായത് 16ാമത്തെ ഗ്രൂപ്പിലാണ് ആരുള്ളത്? ഓക്സിജൻ ഉള്ളത്. ഫ്ലൂറിൻ്റെത് 9, 2, 7 എന്ന് വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 7ൻ്റെ കൂടെ 10 കൂട്ടി 17, 17ാമത്തെ ഗ്രൂപ്പിലാണ് ഫ്ലൂറിനുള്ളത്. അപ്പോൾ 13 മുതൽ 18 വരെയുള്ളവരുടെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ കൂടെ 10 കൂട്ടുന്നതാണ് അവരുടെ ഗ്രൂപ്പ് നമ്പർ. 1ഉം 2ഉം ആണെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് അവരുടെ ഗ്രൂപ്പ് നമ്പർ. ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഈ പീരിയോഡിക് ടേബിളിൽ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഹൈഡ്രജനെ ഒന്ന് നോക്കിയാൽ ഹൈഡ്രജന് കൊടുത്തേക്കുന്ന കളറ് വ്യത്യാസമാണ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതല്ല ഹൈഡ്രജൻ. ഓക്കെ, എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ്റെ സ്ഥാനം എങ്ങനെയാണ് അവിടെ വന്നത്? അതായത് മിക്ക പീരിയോഡിക് ടേബിളിലും ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസിന് മുകളിലാണ് സ്ഥാനം. അപ്പോൾ എന്നാൽ ഹൈഡ്രജൻ എന്താണ്? ഒരു അലോഹമാണ്, മെറ്റലല്ല, ഒരു നോൺ മെറ്റലാണ്. പീരിയോഡിക് ടേബിളിൽ 1ാമത്തെ ഗ്രൂപ്പിൻ്റെ തൊട്ട് മുകളിലാണ് ഹൈഡ്രജൻ്റെ സ്ഥാനം എങ്കിലും ഹൈഡ്രജൻ ഒരു അലോഹമാണ്. ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമാണെങ്കിൽ ഹൈഡ്രജൻ എന്താണ്? ദ്വയാറ്റോമികമാണ്, H2 ആണ്. ഇനി രാസപ്രവർത്തന സമയത്ത് ഹൈഡ്രജൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ആൽക്കലി ലോഹങ്ങളെ പോലെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തും. ഓക്കെ, ഹൈഡ്രജൻ എന്ത് ചെയ്യും? ആൽക്കലി ലോഹങ്ങളെ പോലെ ചിലപ്പോൾ ഒരു ഇലക്ട്രോൺ, അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഹാലോജനുകളെ പോലെ ഒരു ഇലക്ട്രോൺ നേടും. ഹാലോജൻ എന്ന് വെച്ചാൽ ആരാണ്? ആ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ആ ഗ്രൂപ്പ്. അതായത് 17ാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ പോലെ ഒരു ഇലക്ട്രോൺ നേടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിനും ഹാലോജൻസിനും ഏതാണ്ടൊക്കെ സിമിലാരിറ്റീസ് ഉള്ള ഒരു നേച്ചറാണ് ഹൈഡ്രജൻ്റെത്. ഇനി ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ ഏതാണ്? വാതകാവസ്ഥയിലാണ് ഉള്ളത്. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജം കുറവായിരിക്കുമ്പോൾ ഹൈഡ്രജൻ്റെ അയോണീകരണ ഊർജം കൂടുതലാണ്. ആരെപ്പോലെ? ഹാലോജനെ പോലെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ തൊട്ട് മുകളിൽ പ്ലേസ് ചെയ്തെങ്കിലും ആളൊരു അലോഹമാണ്. പിന്നെന്താണ്? ആൾ ദ്വയാറ്റോമിക തന്മാത്രയാണ്. ദെൻ രാസപ്രവർത്തന സമയത്ത് ആൽക്കലി മെറ്റൽസിനെ പോലെ ചിലപ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ഹാലോജനുകളെ പോലെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാം. ഇനി ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജം കുറവാണെങ്കിൽ ഹൈഡ്രജന് അയോണീകരണ ഊർജം ഹാലോജനുകളെ പോലെ കൂടുതലാണ്. അതുകൊണ്ട് അവിടെയല്ല ഇവിടെ അല്ലാത്തൊരവസ്ഥയിലാണ് ഹൈഡ്രജനെ പ്ലേസ് ചെയ്തേണ്ടി വന്നേക്കുന്നത്. പിന്നെ ഈ ആൽക്കലി മെറ്റൽസിനെ തൊട്ട് മുകളിൽ വെച്ചേക്കുന്നത് എന്താ പറയുക? ഹാലോജൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല, ആൽക്കലി മെറ്റൽസിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്താണ് ആരെ? ഹൈഡ്രജനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത എലമെൻസിലോട്ട്, മൂലകങ്ങളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ, അതായത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. അതായത് പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പും, അതായത് ഈ 2 ഗ്രൂപ്പ്, 1ാമത്തെ ഗ്രൂപ്പ്, 2ാമത്തെ ഗ്രൂപ്പ്, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്. ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതെന്താണ്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇതെന്താണ്? പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെയും പി ബ്ലോക്ക് എലമെൻറ്റ്സിനെയും കൂടി ഒരുമിച്ച് പറയുന്നതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ, അതായത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിൽ 1, 2, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്, അതായത് എസ് ബ്ലോക്കും പി ബ്ലോക്കും, അവയെ ചേർത്ത് പറയുന്നതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഓർത്തിരിക്കുക. ഇനി സംക്രമണ മൂലകങ്ങൾ, അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻസിനെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും ആൾക്കാർ, ഇവരെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അതായത് സംക്രമണ മൂലകങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരെല്ലാവരും ലോഹങ്ങളാണ്, അല്ലേ? സംക്രമണ മൂലകങ്ങൾ എല്ലാവരും ലോഹങ്ങളാണ്. കൂടാതെ ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓർത്തിരിക്കുക, സംക്രമണ മൂലകങ്ങൾ എല്ലാം ലോഹങ്ങളാണ്, ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഗ്രൂപ്പുകളിലും പിരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ സംക്രമണ മൂലകങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അവരെല്ലാവരും ലോഹങ്ങളാണ്,
ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഗ്രൂപ്പുകളിലും പിരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പുകളെല്ലാം ഓക്കെ ആയി. അടുത്തത് ഉത്കൃഷ്ടവാതകങ്ങൾ, അതായത് നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പ് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്ന് പറയുന്ന 18ാമത്തെ ഗ്രൂപ്പ് ഉത്കൃഷ്ട വാതകങ്ങൾ. 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ് അവർ. ഏക അറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റുള്ളവയുമായി സംയോജിക്കാത്തതിനാൽ അലസവാതകങ്ങൾ, അതായത് ഇനേർട്ട് ഗ്യാസ് എന്നും, വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ അപൂർവ വാതകങ്ങൾ, അതായത് റെയർ ഗ്യാസ് എന്നും അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ 18ാമത് ഉത്കൃഷ്ടവാതകങ്ങൾ, മറ്റുള്ളവരുമായിട്ട് സംയോജിക്കാത്തതിനാൽ അലസവാതകങ്ങൾ, ഇനേർട്ട് ഗ്യാസ് എന്നും വിളിക്കും. വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ അപൂർവ വാതകങ്ങൾ അല്ലെങ്കിൽ റെയർ ഗ്യാസസ് എന്നും വിളിക്കും. അത്രയും സെറ്റ് ഓക്കെ ആണല്ലോ. ഇനി തൊട്ട് താഴോട്ട് നോക്കിയാൽ 2 അറേഞ്ച്മെൻറ്റ് അവിടെ കാണാം, അതായത് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. 6ാമത്തെ പീരീഡ്, അതായത് ഇതാണ് 6. 6ാമത്തെ പീരീഡ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ അറേഞ്ച് ചെയ്യേണ്ട ബാക്കി എലമെൻസിനെയാണ് അവർ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ ഒരു ടേബിളിനൊരു ഭംഗി കിട്ടാനും കൂടി വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താണ് ലാന്തനൈഡ്സ്? 6ാമത്തെ പീരീഡിൽ അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളെയാണ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ലന്താനം 57ാമത്തെ ആളാരാണ്? ലന്താനമാണ്. അപ്പോൾ ആഫ്റ്റർ ലന്താനം ലാന്തനൈഡ്സ്. ലന്താനം മുതൽ ലുട്ടീഷ്യം വരെ, അതായത് 57 ലന്താനം, ലുട്ടീഷ്യം 71. 57 മുതൽ 71 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളെ തൊട്ട് താഴെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അവരെയാണ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ പീരീഡിൽ 89 അറ്റോമിക് നമ്പർ 89 മുതൽ അറ്റോമിക് നമ്പർ 103 വരെ, അതായത് ആക്ടീനിയം തൊട്ട് ലോറൻഷ്യം വരെ, ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെ, ആഫ്റ്റർ ആക്ടീനിയം, അതാണ് ആക്ടിനൈഡ്സ്. ഓക്കെ, അപ്പോൾ 6ാമത്തെ പീരീഡിൽ വരേണ്ട ലാന്തനൈഡിന് ശേഷം, ലന്താനത്തിന് ശേഷം വന്ന എലമെൻസിനെ, ലുട്ടീഷ്യം വരെയുള്ളതിനെ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാമത്തെ പീരീഡിൽ ആക്ടീനിയത്തിന് ശേഷം വന്ന എലമെൻസിനെ, ആക്ടീനിയം തൊട്ട് ലോറൻഷ്യം വരെയുള്ള എലമെൻസിനെ തൊട്ട് താഴെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവരെയാണ് ലാന്തനൈഡ്സ് എന്നും ആക്ടിനൈഡ്സ് എന്നും പറയുന്നത്. ഇവരെ 2 പേരെയും കൂടെ ചേർത്ത് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും കൂടി ചേർത്ത് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ലാന്തനൈഡുകളെ റെയർ എർത്ത് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ലാന്തനൈഡ്സിനെ റെയർ എർത്ത്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആക്ടിനൈഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഓർത്തിരിക്കണം, ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങളെല്ലാം മനുഷ്യ നിർമ്മിതമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട പീരിയോഡിക് ടേബിളിലെ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, എത്ര മൂലകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 118 ആണ് കേട്ടോ. 118 118 മൂലകങ്ങളാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ആവർത്തന പട്ടികയിൽ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 92 ആണ്. പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം 92 ആണ്. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ട്രാൻസ് യുറാനിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92 ശേഷം എല്ലാം കൃത്രിമ മൂലകങ്ങളാണ്. യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ്. ആവർത്തന പട്ടികയിൽ 93 മുതലുള്ള മൂലകങ്ങൾ മനുഷ്യ നിർമ്മിത മൂലകങ്ങളാണ്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയാനുള്ളത്.